അഡീഷൻ, സംഖ്യാബന്ധങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു 10 മാർക്കിനുള്ള ചോദ്യം എന്തായാലും എക്സാമിന് വന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യം നമുക്ക് പഠിച്ചു വെച്ചാലോ? ചോദ്യം എങ്ങനെയായിരിക്കും ഇവിടെ മക്കളെ? ഒരു നമ്പർ നിങ്ങൾക്ക് തരും. ആ നമ്പറിനെ എന്താക്കി എഴുതാനായിരിക്കും പറയാ? 9ന്റെ ഗുണിതവും അക്കങ്ങളുടെ തുകയായിട്ട് എഴുതാനായിട്ട് പറയും. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു നമ്പർ തന്നിട്ട് ആ നമ്പറിനെ സംഖ്യകളുടെ തുകയും അക്കങ്ങളുടെ തുകയും 9ന്റെ ഗുണിതവുമായിട്ട് എഴുതാനായിട്ട് പറയും. 9ന്റെ മൾട്ടിപ്പിളും ഡിജിറ്റ് സമ്മും ആയിട്ട് എഴുതാനായിട്ട് പറയും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഈ ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അയ്യോ മിസ്സേ വലിയ നമ്പർ അല്ലേ? വേണ്ട, ചെറിയ നമ്പറിൽ ചെയ്തു തുടങ്ങാം. 61. ഈ 61 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ സംഖ്യകളുടെ തുക അക്കങ്ങളുടെ തുകയായിട്ടും 9ന്റെ ഗുണിതമായിട്ടും എഴുതണം. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് അക്കങ്ങളുടെ തുകയാണ്. അക്കങ്ങളുടെ തുക, ഡിജിറ്റുകളുടെ സം എന്ന് പറഞ്ഞാൽ 6 + 1 7 അക്കങ്ങളുടെ തുക കിട്ടി. 9ന്റെ ഗുണിതം, 9ന്റെ ഗുണിതം കണ്ടുപിടിക്കാൻ എന്താ മിസ്സേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 61ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ മതി. 61ൽ നിന്നും 7 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര വരും? 4 54 എന്ന് വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 61നെ 54 + 7 എന്ന് എഴുതാം. അതായത് 9ന്റെ ഗുണിതം പ്ലസ് അക്കങ്ങളുടെ തുക. ഇതെങ്ങനെയാ മിസ്സേ 9ന്റെ ഗുണിതമാകുന്നത്? 54 എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്കറിയാം 9 × 6 +7. ഇതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അതായത് ഒരു സംഖ്യ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടും ഡിജിറ്റുകളുടെ സം ആയിട്ടും എഴുതാനായിട്ട് അറിയാം. ഈ ഒരു ചോദ്യം എക്സാമിന് ചോദിക്കും, നിർബന്ധമായും പഠിച്ചിരിക്കുക. ഈ ഒരു ചോദ്യം നോക്കി, 62. 62നെ അക്കങ്ങളുടെ തുകയും 9ന്റെ ഗുണിതമായിട്ട് നമ്മൾ എഴുതാനായിട്ട് പോവുകയാണ്. ഡിജിറ്റ് സമ്മും 9ന്റെ മൾട്ടിപ്പിളും. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 62ന്റെ അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കുക. ഡിജിറ്റ് സം 6 + 2 എന്ന് പറയുന്നത് 8 ആണ്. ഇനി 9ന്റെ ഗുണിതം കണ്ടുപിടിക്കണം. 9ന്റെ ഗുണിതം കണ്ടുപിടിക്കാൻ 62ൽ നിന്നും 8 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര വരും? 54 എന്ന് വരും. അപ്പൊ നമുക്ക് 62നെ എങ്ങനെ എഴുതാം? 9ന്റെ ഗുണിതമായ 54 + 8 എന്ന് എഴുതാം. 54 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 9 × 6 +8. ഇതാണ് ഇതിന്റെ ഉത്തരം. ഇതാണ് ഇതിന്റെ ഉത്തരം. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു വലിയ നമ്പറിനെ അക്കങ്ങളുടെ തുകയും 9ന്റെ ഗുണിതവുമായിട്ട് നമ്മൾ എഴുതാനായിട്ട് പോവാണ്. ശ്രദ്ധിച്ചിരുന്നോളൂ. 654 ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 654ന്റെ ഡിജിറ്റ് സം അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കണം. 6 + 5 + 4 എത്രയാണ്? 9. 9 6 15. അക്കങ്ങളുടെ തുക കിട്ടി. ഇനി 9ന്റെ ഗുണിതം കണ്ടുപിടിക്കണം. 9ന്റെ ഗുണിതം 654 - 15 ആണ്. 654ൽ നിന്നും 15 മൈനസ് ചെയ്താൽ 9ന്റെ ഗുണിതം കിട്ടും. നോക്കിക്കോ, 14 വരുമ്പോൾ 9 എന്ന് വരും. ഇവിടെ 4 ആവും, 3 വരും, 6 വരും. 639. അപ്പൊ 654 നമുക്ക് എങ്ങനെ എഴുതാം? 9ന്റെ ഗുണിതമായ 639 + 15. 639 9ന്റെ ഗുണിതമാണോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഹരിച്ചു നോക്കണം കേട്ടോ. 9 9ന് 63 എന്ന് പറയുമ്പോൾ 63. പിന്നെ എന്ത് വരും? ഈ 9 താഴേക്ക് ഇടുക. 1 9 9. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം 71 × 9 + 15. അപ്പൊ 654 നമ്മൾ എന്ത് ചെയ്തു? 9ന്റെ ഗുണിതം പ്ലസ് അക്കങ്ങളുടെ തുകയായിട്ട് എഴുതി. ആദ്യം അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുക. ഇതാണ് 9ന്റെ ഗുണിതം പ്ലസ് അക്കങ്ങളുടെ തുക. ഇതിന്റെ 9ന്റെ ഗുണിതമാക്കി എഴുതുക എങ്ങനെയാ? നമ്മൾ എന്ത് ചെയ്യുക? അതിനെ 9 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന സംഖ്യ ഇവിടെ എഴുതിയാൽ മതി. 71 × 9 + 15. അപ്പൊ ഏതൊരു സംഖ്യയും നമുക്ക് ഇതേപോലെ എഴുതാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു നമ്പർ തരുവാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു നമ്പർ ഇതേപോലെ എഴുതണം കേട്ടോ. 354. 354നെ അക്കങ്ങളുടെ തുക പ്ലസ് 9ന്റെ ഗുണിതമായിട്ട് നിങ്ങൾ എഴുതിയിട്ട് താഴത്ത് കമന്റ് ആയിട്ട് പറയാ. ഓക്കെ, ഇപ്പൊ ഈ ഒരു ചോദ്യം നിർബന്ധമായും എല്ലാവരും പഠിച്ചിരിക്കുക. ഇതേപോലെ കൃത്യമായിട്ട് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മളുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോ. 10% ഡിസ്കൗണ്ടോടുകൂടി നമുക്ക് വേഗം തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പൊ ആരും തന്നെ മറക്കണ്ട, 3 ബാച്ചുകളായിട്ടാണ്. അപ്പൊ വേഗം ജോയിൻ ചെയ്യുന്നവർക്ക് എന്തുകൂടി ഉണ്ട്? ഗീവ് അവേയിലൂടെ സ്മാർട്ട് വാച്ച് കിട്ടാനുള്ള സാധ്യതയോടെ ഉണ്ട്. അപ്പൊ ചാൻസ് ആരും മിസ്സാക്കണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്യാം.